ഷാഫി പറമ്പിലിന്റെ സംരക്ഷണം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നതിന്റെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ നടപടി പാർട്ടി വൈകിപ്പിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ ഇടപെടൽ കൊണ്ടുകൂടിയാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തെത്തുന്നത്. അത് എം.എ. ഷഹനാസിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ കാര്യങ്ങളെ കാണേണ്ടത്. ധൃതി പിടിച്ച് ഇപ്പോൾ പാർട്ടി ഒരു നടപടിയെടുക്കേണ്ട, നിയമപരമായി ഉള്ള സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങളാണ് ഷാഫി പറമ്പിൽ മുമ്പോട്ട് വെക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നിർഭൻ ചക്രവർത്തി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർ എന്ന നിലയിൽ അറിയപ്പെടുന്നത് ഷാഫി പറമ്പിലാണ്. എല്ലാ ഘട്ടങ്ങളിലും ഷാഫി പറമ്പിലാണ് പിന്തുണയ്ക്കുന്നത്. ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഈ ഘട്ടത്തിലും നടപടി വൈകിപ്പിക്കാൻ ഇടപെടുന്നത് ഷാഫി പറമ്പിൽ തന്നെ. ഷാഫിയുടെ ഉറപ്പിലാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ നിന്നും പിന്മാറുന്നത്, അല്ലെങ്കിൽ നടപടിയെടുക്കാൻ വൈകിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി പുറത്തെത്തുന്നത്. ഷാഫി പറമ്പിലിൻ്റെ ഇടപെടൽ എല്ലാ ഘട്ടങ്ങളിലും നമുക്കറിയാവുന്നതാണ്. ഷാഫി പറമ്പിലാണ് ഒരു ഗോഡ് ഫാദറിനെ പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കൊണ്ടുവന്നതും കൊണ്ടു നടക്കുന്നതും ഒക്കെ നീയെ ചാപ്പ എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ നിർഭൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുകയാണ്. നിർഭൻ ചക്രവർത്തി, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും സംരക്ഷണം ഒരുക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഈ പാർട്ടി നടപടികൾ വൈകിപ്പിക്കുന്നതിലേക്കുമുള്ള ഇടപെടൽ ഷാഫി പറമ്പിലിൻ്റെതാണ്. നിർഭൻ. തീർച്ചയായും അജംഷാദ്, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് നടപടിയെടുത്തേ മതിയാവൂ എന്ന തീരുമാനത്തിലേക്ക് മുതിർന്ന നേതാക്കളടക്കം എത്തിച്ചേർന്നു. മുതിർന്ന നേതാക്കൾ മുൻ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ കേരളത്തിലുണ്ടായിരുന്ന KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തി. ഇക്കാര്യത്തിൽ സണ്ണി ജോസഫുമായി നടപടികളിലേക്ക് നീങ്ങണം എന്ന നിർദ്ദേശവും നൽകി. അപ്പോഴാണ് ഷാഫി പറമ്പിൽ ശക്തമായ സമ്മർദ്ദവുമായി മുന്നോട്ട് വന്നത്. കോടതിക്കകത്ത് നടക്കുന്ന വ്യവഹാരങ്ങളെ സംബന്ധിച്ച് ഉള്ള ഈ കോടതി നിയമ നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ നേതാക്കളെ ധരിപ്പിച്ചു. അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തീർച്ചയായും ജാമ്യം ലഭിക്കും. ആ ജാമ്യം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അടിയന്തര നടപടികളിലേക്ക് പോകേണ്ടതില്ല. അക്കാര്യത്തിൽ തനിക്ക് വ്യക്തിപരമായി ഉറപ്പുണ്ട്. ആ സമ്മർദ്ദം പാർട്ടി ലീഡർഷിപ്പിനെ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസത്തെ നടപടികൾ വൈകിപ്പിച്ചത് എന്നതാണ് പുറത്ത് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെ നടപടിയിലേക്ക് നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് നേതാക്കൾ കടന്നിരുന്നു. ആ നടപടി വന്ന നിർദ്ദേശം എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട K. മുരളീധരനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമായി ആശയവിനിമയം നടത്തി. മാത്രമല്ല ദീപാദാസ് മുൻഷി നേരത്തെ തന്നെ AICC നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. ഇനി രണ്ടാമത്തെ പെൺകുട്ടിയുടെ കൂടി പരാതി ലഭിച്ചപ്പോൾ ഇനി രാഹുലിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല, കോടതി നടപടികൾ ആ വഴിക്ക് പോകട്ടെ, ഇനി പാർട്ടിക്ക് ന്യായീകരിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാട് പാർട്ടി നേതൃത്വം എടുത്തു. ഇങ്ങനെ സണ്ണി ജോസഫുമായി ആശയവിനിമയം നടത്തി. ഉടൻ തന്നെ നടപടി ഉണ്ടാകും, അടുത്ത തന്നെ നടപടി ഉണ്ടാവുമെന്ന് നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിനിടയിലാണ് ഷാഫി പറമ്പിൽ ശക്തമായ സമ്മർദ്ദവുമായി മുന്നോട്ട് പോയത്. ഷാഫി പറമ്പിൽ നേതാക്കളെ ധരിപ്പിച്ചത് ഈ കോടതി വ്യവഹാര നടപടികൾ നടക്കുകയാണ്, അതിന്റെ കാര്യങ്ങൾ ദയവായി പാർട്ടി പരിശോധിക്കണം. ഇത്തരത്തിൽ ഈ കോടതിയിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിൽ നീതി അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഉറപ്പായും ജാമ്യം ലഭിക്കും. ജാമ്യം ലഭിക്കാൻ നടപടിക്രമങ്ങളെല്ലാം അഭിഭാഷകർ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ഈ ഘട്ടത്തിൽ ഒരിക്കലും നടപടി എടുക്കരുത്. അതുകൊണ്ട് നടപടിക്ക് സാവകാശം വേണം, കോടതിയിൽ അന്തിമ തീരുമാനം വരട്ടെ എന്ന നിലപാട് ഷാഫി പറമ്പിൽ എടുക്കുകയായിരുന്നു. മാത്രമല്ല A ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള M. വാസനും ഇതേ നിലപാട് പാർട്ടി ലീഡർഷിപ്പിനെ സമ്മർദ്ദപ്പെടുത്തി. പക്ഷേ A ഗ്രൂപ്പിലെ വെന്നി ബഹനാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും D. കുര്യാക്കോസും PC വിശ്വനാഥും ഷാഫിക്കെതിരെ ഇന്നലെ തന്നെ നടപടിയെടുക്കണം എന്ന നിലപാടിലായിരുന്നു. പക്ഷേ M. വാസനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ മുതിർന്ന നേതാക്കളുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയത്. AICC നേതാക്കളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്തു. ഷാഫി ഇക്കാര്യത്തിൽ ഉറപ്പ് പറയുന്നുണ്ട്, തീർച്ചയായും ഇക്കാര്യത്തിൽ ജാമ്യം ലഭിക്കും. അതുകൊണ്ട് ജാമ്യം ലഭിക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് പാർട്ടി നടപടിയെടുത്ത് ഒരു പാർട്ടി MLA പുറത്താക്കുന്നത് എന്ന ചോദ്യമാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചത്. ഷാഫി പറമ്പിലിന്റെ ഒറ്റക്കുള്ള ഏകപക്ഷീയമായ നടപടികളിലും ഈ പറഞ്ഞ സമ്മർദ്ദത്തിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വഴങ്ങി എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. കാരണം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അവസാനം നടപടിയെടുക്കണമെന്ന തീരുമാനത്തിലെത്തിയപ്പോഴും
അവസാന നിമിഷത്തിൽ ഷാഫിയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ നേതാക്കൾ വഴങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിംഷാദ്, തീർച്ചയായും. അതായത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ആദ്യം മുതലേ തന്നെ നമുക്കറിയാം ഷാഫി പറമ്പിലാണ് എല്ലാ അർത്ഥത്തിലും, അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാനായാലും MLA ആകാനായാലും ഒക്കെ ചൂട്ടുപിടിച്ചത്, തൻ്റെ ഒരു പിൻഗാമി എന്ന നിലയിൽ വളർത്തിയെടുത്തത്. ഇതിനെതിരായി MA ഷഹനാസ് അടക്കമുള്ള നേതാക്കന്മാർ നേരിട്ട് ഷാഫി പറമ്പിലിനോട് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയതാണ്. എന്നിട്ടും അന്നൊന്നും ഷാഫി പറമ്പിൽ ഇതൊന്നും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഷാഫിക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്തിനാണ് ഇത്രയേറെ നാറിയ സമയത്ത് പോലും, ഇത്രയേറെ അവരുടെ പാർട്ടി പ്രതിസന്ധിയിലായ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തെ എന്തിനാണ് ഷാഫി പറമ്പിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഷാഫി പറമ്പിലിൻ്റെ ഈ ഇംഗിതത്തിനനുസരിച്ച് മുതിർന്ന നേതാക്കന്മാർക്ക് നിൽക്കേണ്ടി വരുന്നതിൻ്റെ അടിത്തട്ട് രാഷ്ട്രീയം എന്താണ്? അടിയൊഴുക്ക് എന്താണ്? തീർച്ചയായും അജിംഷാദ്, അത് തന്നെ കേരളത്തിൽ ജനങ്ങളും പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ ഗൗരവതരമായ ഒരു കേസുണ്ടായി, ആ കേസിനെ സംബന്ധിച്ച് കോടതിയിൽ നടപടി, ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേക ക്രൈംബ്രാഞ്ചിന്റെ SIT അന്വേഷണ സംഘം തന്നെ ഗൗരവതരമായ തെളിവുകൾ, ഇത് സംബന്ധിച്ച സാങ്കേതികമായി ലഭിക്കേണ്ട തെളിവുകൾ, പ്രധാനപ്പെട്ട സാക്ഷി മൊഴികൾ, പ്രത്യേകിച്ച് ഇതിലെ ഇരയായ പെൺകുട്ടിയുടെ മൊഴി, അവരുടെ ഫോൺ സംഭാഷണം, അതടക്കം വിവരങ്ങൾ ശേഖരിച്ചാണ് കോടതിയിൽ എത്തിയിട്ടുള്ളത്. ജാമ്യം ലഭിക്കുമെന്ന് ഒരു തരത്തിലെ ഉറപ്പും ആ പ്രതിഭാഗത്തിന് ഇല്ലാത്ത അവസ്ഥയിൽ അവസാന ഘട്ടത്തിലും കൂടുതൽ ക്രൈസിസിലേക്ക്, കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്നിടുന്ന ഒരു നേതാവായി ഷാഫി പറമ്പിൽ മാറുമ്പോൾ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ ഈ മുതിർന്ന നേതാക്കളടക്കം അംഗീകരിച്ച സമ്മർദ്ദത്തിന് വഴങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ VD സതീശൻ എടുത്ത നിലപാടിൽ നിന്ന് അദ്ദേഹത്തെ പിന്നോട്ട് പോകേണ്ടി വരുന്നു. K മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആദ്യം വച്ച 2 ചുവട് രണ്ടാമത് പിന്നോട്ട് വയ്ക്കുന്നത് കണ്ടു. അങ്ങനെ ഈ നേതാക്കളെ എല്ലാം ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദപ്പെടുത്താനുള്ള എന്ത് തരത്തിലുള്ള തന്ത്രമാണ് ഷാഫിയുടെ പിന്നിലുള്ളത് എന്നതാണ് ഏവരും ചോദിക്കുന്നത്. കാരണം പലതും ഷാഫി പറമ്പിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പവർ ഗ്രൂപ്പിന്റെ കൈവശമുണ്ട് എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും സജീവമാണ്. ചില സൈബർ പോരാളികൾ, കോൺഗ്രസിന്റെ പോരാളികൾ തന്നെ ഷാഫിയെ തൊട്ടാൽ അത് തിരിച്ചടി സ്വാഭാവികമായി കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ചില ചാനലുകൾ, യൂട്യൂബ് ചാനലുകളും ഒക്കെ തന്നെ വ്യക്തിപരമായ VD സതീശനെ വെല്ലുവിളിക്കുകയും ഷാഫിയെ തൊട്ടാൽ അടുത്ത മറുപടി എന്താണെന്ന് കാത്തിരുന്ന് VD സതീശനും KC വേണുഗോപാലൊക്കെ കാണേണ്ടി വരും എന്ന തരത്തിലുള്ള ആഹ്വാനമടക്കം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ വരെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഷാഫിയുടെ സമ്മർദ്ദത്തിന് നേതാക്കൾ വഴങ്ങുന്നത് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ, എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ ഈ നേതാക്കൾക്ക് ഉണ്ടോ എന്ന സംശയം വ്യാപകമായി ഉയരുന്നുണ്ട്. അജിംഷാദ്, തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ നിർഭൻ ചക്രവർത്തി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ MA ഷഹനാസിൻ്റെ വിഷയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി കത്തി നിൽക്കുന്നത്. കാരണം MA ഷഹനാസ് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം തന്നോട് മോശമായി പെരുമാറി. ഈ വിവരം അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, നോക്കൂ, അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഷാഫി പറമ്പിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിരുന്നു. പലരും പറഞ്ഞിരുന്നു, പലതും ഷാഫി പറമ്പിലിന് അറിയാം. ഇതിൻ്റെ തെളിവൊക്കെ തൻ്റെ പക്കലുണ്ടെന്ന്. ഇന്ന് അത് പറഞ്ഞ MA ഷഹനാസിനെയാണ് അവരുടെ ഗ്രൂപ്പിൽ നിന്നും, ഈ സാഹിതി, കോഴിക്കോട് സാഹിതി ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയത്. അതൊക്കെ സന്ദേശങ്ങളാണ് അല്ലേ? തീർച്ചയായും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായി ഷാഫി പറമ്പിൽ തുടർന്ന ശേഷം അതുമായി ബന്ധപ്പെട്ട കണക്കുകളിലും അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഷാഫി പറമ്പിനെതിരെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ താൻ പദവി ഒഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പുതിയ നേതാവിനെ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത് JS അഖിലിനെ തന്നെയാണ് എന്നതാണ് ഷഹനാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ ഉമ്മൻചാണ്ടി അവസാനത്തെ ഏറ്റവും രോഗാതുരമായി ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ ചികിത്സയിൽ കഴിയുമ്പോൾ അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തൊരു പേര് JS അഖിലിന്റെ ആയിരുന്നു. വിഭാഗം നേതാക്കളായിരുന്ന ബെന്നി ബഗനാനും MM ഹസനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിട്ട് കാണാൻ പോകുമ്പോഴാണ് ഈ കത്ത് എഴുതി അദ്ദേഹം നൽകുന്നത്. KC ജോസഫ് ഒപ്പം ഉണ്ടായിരുന്നു. ആ കത്ത് മടക്കി പോക്കലിട്ട് തിരിച്ചു വന്ന നേതാക്കൾ അവസാനം ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി. ഷാഫി അവസാനം മുന്നോട്ട് വെച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ, ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ തന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും, അല്ലെങ്കിൽ താൻ പൂർണ്ണമായി വിട്ടുനിൽക്കും, നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തോളണം എന്ന തരത്തിലുള്ള ഭീഷണിയാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചത്. തുടർന്നാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, സംഘടന പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്നു, തെരഞ്ഞെടുപ്പിൽ കൃത്രിമ നടക്കുന്നു, അത് പിന്നെ കേസാകുന്നു. അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷമാണ് ഷാഫി വടകരയിൽ മത്സരിക്കാൻ പോകുന്നത്. വടകരയിൽ മത്സരിക്കാൻ പോകുമ്പോഴും ഇതേ സമ്മർദ്ദം ഷാഫി പറമ്പിൽ നടത്തി. അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നു. പാലക്കാട് K മുരളീധരന്റെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സരിൻ സ്ഥാനാർത്ഥിയാകണമെന്ന ആഗ്രഹം പാർട്ടിക്കുള്ളിൽ പ്രകടിപ്പിക്കുന്നു. ഒരു വിഭാഗം നേതാക്കൾ
സരിന്റെ പേര്, അന്നത്തെ KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരൻ സരിന്റെ പേരാണ് മുന്നോട്ട് വെച്ചത്. K മുരളീധരന്റെ പേര് മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ K മുരളീധരൻ പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി അലിഗേഷൻ ഉണ്ട്, തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നില്ല, മറിച്ച് സരിനെ പോലെ ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന അഭിപ്രായം K മുരളീധരനും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അതിനുശേഷവും എന്തുകൊണ്ടാണ് ഷാഫി ഇങ്ങനെ തുടർച്ചയായി രാഹുലിനെ അവിടെ പാലക്കാട് മത്സരിപ്പിക്കാൻ പിടിവാശി കാണിച്ചത്? തുടർന്ന് ഈ കേസിലേക്ക് പോകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഷഹനാസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നപ്പോൾ തന്നെ നിരവധി പെൺകുട്ടികളുടെ സമാനമായ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുണ്ട്. ഈ പരാതികളെല്ലാം മറച്ചുവെച്ച് VD സതീശന്റെ കൂടെ സമ്മർദ്ദത്തിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത്? എന്തുകൊണ്ട് ഇപ്പോഴും അവസാനം കേസ് പരിഗണിച്ച് അവസാനം ജാമ്യഹർജി ഇന്ന് വാദത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോഴും ആ സംഘടനാ നടപടിയെടുക്കാൻ നേതാക്കൾ AICC നേതൃത്വം അടക്കം നിർദ്ദേശം നൽകിയിട്ടും എന്തുകൊണ്ട് ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിംഷാദ്.